ഇഞ്ചുറി ഫേസിലൂടെ ഞാൻ കടന്നു പോയപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ട്രോമ എന്തായിരുന്നു വെച്ചാൽ എനിക്ക് പഴയതുപോലെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ഇഞ്ചേർഡായി ഞാൻ പ്ലാസ്റ്റർ ഇട്ട കാലുമായിട്ട് ഇരിക്കുമ്പോൾ എനിക്കിനി പഴയതുപോലെ എന്ന് സാധിക്കും, ഞാൻ ആ ഫ്ലോറിൽ നിന്ന് ഔട്ടായാലോ, ഫോമായി വന്നുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ എന്നൊക്കെയുള്ളൊരു ട്രോമയായിരുന്നു. ശരിക്കും അത് എന്നെ ഒരു മെൻ്റൽ ഡിപ്രഷനിലേക്ക് വരെ എത്തിച്ചിരുന്നു. പക്ഷേ എനിക്കറിയാം അതങ്ങനെ തുടർന്നുകൊണ്ട് പോയാൽ ഞാൻ അടിയിൽ പോകുമെന്നുള്ളത്. അതുകൊണ്ട് ആ സമയത്ത് ഞാൻ ട്രെയിനിങ് മോഡ് ഓണാക്കി വെച്ചു. കാരണം എൻ്റെ ട്രെയിനിങ് മോഡല്ല, ട്രെയിനർ മോഡ്. എൻ്റെ കുട്ടികൾ, എൻ്റെ ക്ലയൻസ്, അവരെ ഞാൻ ഓൺലൈനായിട്ട് ട്രെയിനിങ് കൊടുത്തു. അപ്പോൾ അവർ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന പോലെ ഞാൻ ഫീൽ ചെയ്തു. അതുപോലെ അവരോടൊപ്പം ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന പോലെ എൻ്റെ ബ്രെയിനിനെ ഞാൻ പറഞ്ഞ് അങ്ങനെ ഒരു ഇമേജ് കൊടുത്ത് സെറ്റാക്കി വെച്ചു. സത്യം പറഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സത്യത്തിൽ അതെനിക്ക് വലിയൊരു റിലീഫാണ് തന്നത്. പിന്നെ ആ ഒരു സമയം ഞാൻ ശരിക്കും പറഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്തു. നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും, വെബിനാറ്, സെമിനാറ് പോലുള്ള കാര്യങ്ങൾ ഓൺലൈനായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്തു. റീഹാബിറ്റേഷൻ പ്രോസസ്സിൽ കുറച്ചുകൂടെ മനസ്സിലാക്കി. സോഷ്യൽ മീഡിയയെ കറക്റ്റായിട്ട് ഉപയോഗം ചെയ്തൊരു ടൈം ഓഫ് പീരീഡും കൂടിയാണ് അതെന്ന് കൃത്യമായി പറയാം. പിന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ എനിക്ക് കുറേ ക്ലയൻസ് ഉണ്ടായിരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ ഡയറ്റ് കൃത്യമായി ഞാൻ ഫോളോ ചെയ്തു. ബ്രേക്കായി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ട്രെയിനർ എനിക്ക് തന്ന ഏറ്റവും വലിയ ഒരു ഉപദേശം എന്താണെന്ന് വെച്ചാൽ, ചേച്ചി ഒരിക്കലും ചേച്ചിയുടെ ഡയറ്റ് ചേച്ചി കൈവിടരുത്. പ്രോപ്പറായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുക, കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക, മറ്റുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ, മറ്റുള്ള വസ്തുക്കളൊക്കെ കൊടുക്കുക. അതായത് കാൽസ്യം, മാഗ്നീഷ്യം അതുപോലുള്ള. അതെൻ്റെ ഹെൽത്തിന് ഒരുപാട് സഹായിച്ചു. കാരണം പെട്ടെന്ന് തന്നെ എനിക്ക് ബോൺ ഹീൽ ചെയ്യാനുള്ള ഒരു പ്രോസസ്സും കൂടെ ആക്കി മാറിയത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇഞ്ചുറി ഫേസിലൂടെ കടന്നു പോകുമ്പോൾ സൂക്ഷിക്കുക, നോക്കുക. അത് മാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് ഒരിക്കലും നീ സ്റ്റോപ്പല്ല, നീ പോസാണ്, നീ ഒരു പോസ് മോഡ് കണ്ടീഷനിലാണ്, ഇത് നിൻ്റെ എൻഡല്ല, ഇത് നിൻ്റെ ഒരു ബിഗിനിങ് ആണ്, ഒരു ന്യൂ ബിഗിനിങ് ആണ്. നിനക്കറിയാത്ത കാര്യങ്ങൾ അറിയാനുള്ള ഒരു ചാൻസ് ചിലപ്പോൾ നിനക്ക് ദൈവം തരുന്നതായിരിക്കും. എൻ്റെ ഏറ്റവും വലിയ ചങ്ക് ഫ്രണ്ട് പറഞ്ഞൊരു കോട്ട്സ് ഉണ്ട്, പുലി പതുങ്ങുന്നത് ഒരിക്കലും പേടിച്ചിട്ടല്ല, വീണ്ടും കുതിച്ച് ചാടാൻ വേണ്ടിയാണ്. സോ ഇത് കുതിച്ച് ചാടാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ട് നീ കരുതുക എന്നുള്ളത്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് അത് വാക്കുകളല്ല, ശരിക്കും നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഗൈസ്.